കേരളമെന്നാൽ നിരവധി പൂക്കൾ നിരന്നു നിൽക്കുമൊരുദ്യാനം. ഇവിടെ ജനിച്ചവർ, ഇവിടെ വളർന്നവർ, ഒരേക സുന്ദര സംഗീതം. ഇതു സ്നേഹദ യാത്ര, ഇതു കേരള യാത്ര. എന്നും സൗഹൃദത്തിന് വേണ്ടി നിലകൊണ്ട പ്രസ്ഥാനമാണ് മുസ്ലിം ലീഗ്. മതമൈത്രി ഊട്ടിയുറപ്പിക്കുന്നതിലും സാഹോദര്യം വളർത്തുന്നതിലും മുസ്ലിം ലീഗ് പ്രതിജ്ഞാബദ്ധമാണ്. കേരളത്തിന്റെ രാഷ്ട്രീയ സാമൂഹ്യ മേഖലയിൽ മുസ്ലിം ലീഗ് കൈവരിച്ച സ്വീകാര്യതയുടെയും ബഹുജന ശക്തിയുടെയും പ്രതിഫലനമാണ് ഇന്ന് ഇവിടെ ആരംഭിക്കുന്ന കേരള യാത്ര. ഊർജ്ജസ്വലനായ ദേശീയ മുസ്ലിം ലീഗിന്റെ ട്രഷററും നമുക്കൊക്കെ പ്രിയങ്കരനും മുസ്ലിം ലീഗ് നിയമസഭാ പാർട്ടി ലീഡറുമായ കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ തന്നെ സംസ്ഥാന മുസ്ലിം ലീഗ് നേതൃത്വം ഈ ദൌത്യം ഏറ്റെടുക്കുന്നതിന് വേണ്ടി ഏൽപ്പിച്ചിരിക്കുകയാണ്. ഏത് പരിപാടി വന്നാലും മുസ്ലിം ലീഗ് ഏത് വെല്ലുവിളിയും എപ്പോഴും നേരിടാൻ കഴിയുന്ന ഒരു സംഘടനയാണ്. ആരുടെ മുമ്പിൽ തലകുണിക്കുവാനോ മുട്ടുമുടക്കാനോ തയ്യാറാത്തൊരു സംഘടനയാണ്. എന്തെങ്കിലും ഒരു കേവല രാഷ്ട്രീയ മുദ്രാവാക്യം എടുത്താ പോരെ എന്നാണ് ചിലരിവിടെ ചോദിച്ചത്. സമത്വം, സൗഹൃദം, സമന്വയം, അങ്ങനെ ഒരു ക്യാമ്പയിൻ ഇപ്പൊ വേണമെന്ന പല യാത്രകളും ഇതിലേ പോയി. ആ യാത്രകളൊക്കെ അന്തരീക്ഷം വല്ലാതെ മലീമസമാക്കി വെച്ചിട്ടുണ്ട്. അതൊന്ന് കഴുകി വൃത്തിയാക്കാനാണ് ഞങ്ങളുടെ ഈ യാത്ര. അധികാരത്തിൽ വരിക എന്നുള്ളത് മാത്രമല്ല, അധികാരം ഒരു ഘട്ടം മാത്രമാണ്. അതുപോലെ ഇവിടെ ഭരണത്തിന്റെ തുടർച്ച വേണം എന്ന് തങ്ങൾ പറഞ്ഞു. വേണമല്ലോ, ഈ ഭരണത്തിന്റെ തുടർച്ച അല്ലെങ്കിൽ വേറെ ഏത് ഭരണത്തിന്റെ തുടർച്ചയാണ്? കഴിഞ്ഞ ഭരണത്തിന്റെ തുടർച്ച ഉണ്ടാവണമെന്ന് മൂക്ക് കീപ്പട്ടായ ആരെങ്കിലും പറയോ? കഴിഞ്ഞ ഇടതുപക്ഷ ഭരണത്തിന്റെ ഒരു സംശയവും വേണ്ട. വരാൻ പോകുന്ന അവസാനത്തെ ഫൈനൽ റൗണ്ടിൽ ട്രോഫിയും കൊണ്ട് UDF ഐക്യജനാധിപത്യ മുന്നണി തന്നെ പോകും. ഇന്ത്യയുടെ ഹൃദയം മതേതരമാണ്. ആ ഹൃദയത്തെ മാറ്റിമറിക്കാൻ ആര് വിചാരിച്ചാലും ഈ രാജ്യത്ത് സാധ്യമാവുകയില്ല എന്നുള്ളതാണ് ഇന്ത്യ രാജ്യത്തിന്റെ അവസ്ഥാവിശേഷം. അത് ഊട്ടിയുറപ്പിക്കുന്നതിന് വേണ്ടി മുന്നോട്ടു പോകുന്ന PK കുഞ്ഞാലിക്കുട്ടി സാഹിബിന് നാം എല്ലാവിധ പിന്തുണയും നാം എല്ലാവിധ പിൻബലവും പ്രദാനം ചെയ്യുമ്പോൾ നമ്മൾ മാത്രമല്ല, അദ്ദേഹത്തോടൊപ്പം പണ്ടൊരു ഹിന്ദുസ്ഥാനി കവി പറഞ്ഞ പോലെ ഖുദാ മേരെ സാത്ത് ഹേ, ദൈവം എന്നോടൊപ്പമുണ്ട്, സഈഫോൻ കെ ദുആ മേരെ സാത്ത് ഹേ, പാവങ്ങളുടെ പ്രാർത്ഥന എന്നോടൊപ്പമുണ്ടെന്ന് പറഞ്ഞ് ഒരു സമരപരിപാടി മുന്നോട്ട് നയിക്കാൻ മുസ്ലിം ലീഗിന് സാധിക്കും, മുസ്ലിം ലീഗിന്റെ നേതാവിന് സാധിക്കും.